വെൽക്കം മറ്റവരെല്ലാവർക്കും 24 ന്യൂസിന്റെ ഒരു പുതിയ എന്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ആക്ച്വലി. ചോദിച്ചോളൂ. എന്റെ അടുത്ത് ഇൻട്രോ എടുക്കാൻ പറഞ്ഞു. ഞാനൊന്ന് കിടുങ്ങിപ്പോയി. ഞാൻ ഒന്നല്ല അവിടെ വെള്ളം കുടിക്കാൻ പോയതാണ്. ഗൈസ് ഞാൻ ഇത് എക്സ്പെക്ട് ചെയ്തില്ല ഗൈസ്. മൈക്ക് കൊടുത്തു. ഓക്കേ, താങ്ക് യു സോ മച്ച്. ഞാൻ ദാ വരുന്നു പറഞ്ഞു പോയതാണ്. ഇത്രയും ബഹളം കേട്ടപ്പോൾ മനസ്സിലായി ദൈവമേ എന്റെ പണി പോയി എനിക്ക് അപ്പോഴേ മനസ്സിലായി. അങ്ങനെ ഓടി വന്നതാണ്. ഹായ്, ഹൗ ഡു യു ഫീൽ? ഒരു സോഷ്യൽ മീഡിയ അവാർഡ്സ് ഒക്കെ വാങ്ങിയിട്ട് നിൽക്കല്ലേ? എന്ത് ഫീലിംഗ് ആണെന്ന് കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒരു ദൃഢങ്ക പുളകിത അലോൽമത്തൻ ഫീൽ ആണ് കേസ് ഇപ്പൊ എനിക്കുള്ളത്. എന്താണ് പിന്നെ ചോദിക്കൂ, ഒരിക്കലേ പറയുള്ളൂ. ദൃഢങ്ക പുളകിത അലോൽമത്തൻ ഫീൽ. ദൃഢങ്ക പുളകിത അലോൽമത്തൻ ഫീൽ. ബെസ്റ്റ് ലൈഫ് സ്റ്റൈൽ വ്ലോഗറിനുള്ള അവാർഡാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഒരു ഹൈപ്പർ ആക്റ്റീവ് എന്റർപ്രണർ കൂടിയാണ് ഗൈസ് ഈ ഗൈ. ഇതൊക്കെ ഇവിടെ കണ്ടുപിടിച്ചു. അതാണ് ഓക്കെ. അത് എനിക്ക് കാർത്തിക് സൂര്യനെ പറ്റി പറയാനുള്ളത്, ഒരു സാധാരണ എന്താ പറയാ, ഒരു സെലിബ്രിറ്റീസ് വരുമ്പോൾ മാത്രമല്ല ഈ ആള് കൂടുന്നത്. ആള് നമ്മുടെ കാർത്തിക് സൂര്യ വന്നാലും ആള് കൂടും എന്ന് തെളിയിച്ചിരിക്കുന്ന ഒരാളുകൂടിയാണ്. സോ അടിച്ച് പൊളിക്കുകയാണല്ലോ ഫുള്ള്. അതെന്താണെന്നറിയാവോ, നമ്മൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ചങ്കാണെന്ന് പറഞ്ഞാൽ അവർക്ക് ചങ്ക് പറിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ അതേ സ്നേഹം നമുക്ക് തിരിച്ചും തരുമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ബെസ്റ്റ് ഒരു എക്സാമ്പിൾ തന്നെയാണ് കാർത്തിക് സൂര്യന്റെ വ്ലോഗ് എന്ന് പറയുന്നത്. സോ ഞാൻ കാണാറുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഡെസ്പായിട്ട് ഇരിക്കുമ്പോൾ ചില സമയത്ത് പലരും പറയാറുണ്ട് ഒരു അന്നോയിങ് ആണെന്ന്. പക്ഷേ പേഴ്സണലി ഒരു എനർജി നമ്മൾ ഭയങ്കര ഒരു വൈബ്രേറ്റ് ചെയ്യും ഫ്രം ടിപ്പ് ടു ടോയ് എന്ന് പറയല്ലേ, ഭയങ്കര ഒരു എനർജി, ഒരു എന്താ പറയാ, ആ ഒരു സംഭവമാണ്. ഓക്കെ, എന്നിട്ട് വിശേഷം, വേറെ വിശേഷങ്ങളൊക്കെ പറ. വേറെ വിശേഷം കുറച്ച് പുതിയ വെറൈറ്റി ഐഡിയാസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഈ ഇടയ്ക്ക് ഒരു ഡെലിവറി ബോയ്ക്ക് ഒരു 1 ലക്ഷം രൂപ ടിപ്പ് കൊടുത്തതേ ഉള്ളൂ. അല്ലേ, കണ്ടത്? അതെ, ഒറിജിനൽ തന്നെയാണ്, ഒരു സംശയം വേണ്ട. എന്തോ വെറൈറ്റി ചെയ്യണം എന്നുള്ള ആഗ്രഹം ഒരുപാട് അങ്ങുള്ളിൽ തുറപൊട്ടിയത് കൊണ്ട് തീർച്ചയായിട്ടും ഉണ്ട്. ഓക്കെ, ഞാൻ അത് കൺസിഡർ ചെയ്യാവുന്ന കാര്യമാണ്. ഇന്ന് രാവിലെയാണ് അങ്ങോട്ടേക്ക് എത്തിയത്. അത് ആക്ച്വലി ഒരു 3:30 രാവിലെ 3:30 എത്തി. അത് കഴിഞ്ഞൊരു വീഡിയോ എഡിറ്റ് ചെയ്തു, അപ്ലോഡ് ചെയ്തു, എന്നിട്ട് കിടന്നുറങ്ങി. ഒരു 11 മണിയായപ്പോൾ എഴുന്നേറ്റ് ഈ ഡ്രസ്സ് വാങ്ങാൻ പോയത് അത് കഴിഞ്ഞിട്ടാണ് കേസ്. എന്നിട്ടാണ് നേരെ ഇങ്ങോട്ട് ഓടി വന്നത്. ഡ്രസ് ഇഷ്ടമായ? അങ്ങനെയുണ്ട്, എന്താ പറയാ, ഇഷ്ടമായില്ലെന്ന് പറഞ്ഞു. ഉണ്ടല്ലോ, ഇഷ്ടമായില്ലെങ്കിൽ ഇഷ്ടമായില്ലെന്ന് പറയണം കുട്ടി. ഇഷ്ടമായില്ല അങ്ങനെ പറയുന്നല്ലേ, എനിക്ക് ഇഷ്ടമായില്ല. ഓക്കെ, സെറ്റാക്കല്ലേ. ഓക്കെ, ബൈ ദ ബൈ, വേറെ എന്തൊക്കെയാണ് പ്ലാൻസ്? ഇനിയുള്ള പ്ലാൻസ് എന്തൊക്കെയാണ്? അടുത്തൊരു വീഡിയോ കുറച്ച് രഹസ്യങ്ങൾ ഞാൻ പൂർത്തിയെടുക്കും. ഓക്കെ, ഒരുപാട് ആൾക്കാരുടെ അടുത്ത് ചോദ്യം ചോദിക്കുമ്പോൾ അവർ പറയുന്ന ഒരു ആൻസർ ഞാൻ കേട്ടിട്ടുള്ളത് ആക്ടർ ആവണം അല്ലെങ്കിൽ ടി വിയിലോട്ട് പോകണം. പക്ഷേ എന്താണെന്നറിയില്ല, എനിക്ക് ദി ബെസ്റ്റ് വ്ളോഗർ ആവണമെന്നാണ് അന്നും ആഗ്രഹം, ഇന്നും ആഗ്രഹം. അതിനു വേണ്ടിയാണ് അന്നും എൻ്റെ പ്രയത്നം, ഇന്നും എൻ്റെ പ്രയത്നം. അതിൻ്റെ റിസൾട്ടാണ് അത്. ഞാൻ ഒരാൾക്കാർക്ക് മാത്രമേ താങ്ക് യു പറയാനുള്ളൂ. എൻ്റെ കണ്ടന്റ് ഇഷ്ടപ്പെട്ട് എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ഓഡിയൻസിന് താങ്ക് യു സോ മച്ച് ഗൈസ്. ലവ് ഫ്രം ദി ബോട്ടം ഓഫ് മൈ ഹാർട്ട്. ഇങ്ങനൊരു അവാർഡ് എക്സ്പെക്ട് ചെയ്തിരുന്നോ? ആക്ച്വലി ഇല്ല, കാരണം കേരളത്തിൽ ലൈഫ് സ്റ്റൈൽ വ്ളോഗേഴ്സ് ഒരുപാട് കൂടി വരുന്നതാണ്. ഒരുപാട് പേർക്ക് ഒരുപാട് ഫാൻ ബേസ് ഉള്ള ആൾക്കാരാണ്. ആക്ച്വലി എനിക്ക് 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഇപ്പോഴും ആയിട്ടില്ല, 950 സംതിങ് K ആയിട്ടുള്ളൂ. ബട്ട് എന്നിട്ട് പോലും ഇത് എനിക്ക്, അതെ, 1 മില്യൺ 2 മില്യണിൽ കൂടുതലുള്ള സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് ചാനൽ, എന്നിട്ടും അവരെന്നെ ചൂസ് ചെയ്യുമെന്ന് പറയുമ്പോൾ എനിക്ക് ഐ ജസ്റ്റ് കാണ്ട് എക്സ്പ്ലെയിൻ മൈ ഫീലിംഗ്. സൂം ചെയ്യണ്ട. ഓക്കേ, സ്വന്തം സ്ഥലം എവിടെയാണ്? സ്വന്തം സ്ഥലം ട്രിവാൻഡ്രം ആണ്. ട്രിവാൻഡ്രത്തിനടുത്ത് ചെല്ലമംഗലം എന്ന് പറയും. ചെല്ലമംഗലം, ഓക്കെ. എനിക്ക് ആ സ്ഥലം അറിയില്ല. എനിക്ക് ആകെ അറിയാം നമ്മുടെ നെയ്യാറ്റിൻകര, ശ്രീകാര്യം, ലൊക്കേഷൻ എല്ലാവരും കിട്ടി. അപ്പൊ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡയറക്റ്റ് വീട്ടിലേക്ക് പോവാൻ. ഓക്കെ, വേറെന്തൊക്കെയാണ് ഇനി പ്ലാൻസ്? ഒരു 2 കൊല്ലം കൂടെ കഴിഞ്ഞ് കഴിയുമ്പോൾ കാർത്തിക് സൂര്യ എവിടെയായിരിക്കും? ഇതുവരെ കേരളം കണ്ടിട്ടില്ലാത്ത കണ്ടന്റുകൾ ഉണ്ടാക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ഇനിയും അതുപോലെ തുടർന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, ഒരു 3.5 വർഷം മുന്നേ ഈ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കേരള യൂട്യൂബ് എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിറ്റി ഇല്ലായിരുന്നു. ഒരു 5-10 വ്ളോഗേഴ്സാണ് കൂടിപ്പോയി കഴിഞ്ഞത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, ഇപ്പോൾ ഒരുപാട് വളർന്നു. പക്ഷേ വളരുന്നതിനനുസരിച്ച് ഓരോ കാറ്റഗറിയും സാച്ചുറേറ്റഡ് ആയി പോവുകയാണ്. കാരണം ഒരുപാട് ആൾ കൂടുമ്പോൾ ഡിസ്പേഴ്സ് ആയി പോയല്ലോ ഓഡിയൻസ്. അപ്പോൾ എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് നമ്മൾ ആലോചിച്ചില്ലെങ്കിൽ നമ്മൾ ഔട്ട്ഡേറ്റഡ് ആയി. ഡെയിലി നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതല്ല, അപ്ലോഡ് കൂടിയില്ലെങ്കിൽ പോലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ യുണീക്ക് ആയിരിക്കണം, അതിനകത്ത് ആത്മാർത്ഥത വേണം. കാരണം എന്താണെന്നറിയാവോ, ആൾക്കാർ സെൻസ് ചെയ്യും. നമ്മൾ ഒരു ആക്ടർ അല്ല, നമ്മൾ നമ്മുടെ ലൈഫാണ് എടുത്ത് കാണിക്കുന്നത്. അപ്പോൾ ആൾക്കാരെ സെൻസ് ചെയ്യും. അതുകൊണ്ട് 100% ജെന്യുവിൻ ആയിട്ട് തന്നെ ഇനിയും അങ്ങോട്ട് പോകണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. എപ്പോഴെങ്കിലും ഇങ്ങനെ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നല്ല പണി കിട്ടിയിട്ടുണ്ടോ?
പറഞ്ഞിട്ടുണ്ടാവില്ല, മേ ബി ഒന്നും പറയാം, റിവീൽ ചെയ്യാം. എന്തെങ്കിലും പണി കിട്ടിയിട്ടുണ്ടോ എന്ന് അറിയാലോ. എന്തെങ്കിലും പണി കിട്ടിയിട്ടുണ്ടോ? ഓക്കെ, വീഡിയോ ചെയ്തുകൊണ്ട് നിന്നപ്പോൾ പേഴ്സേ അങ്ങനെ പണിയൊന്നും വന്നിട്ടില്ലെങ്കിലും അല്ലാതെ ഓഫ് സീനും ഓൺ സീനുമായിട്ട് ചെറിയ ചെറിയ പണികളൊക്കെ അല്ലറി അവിടെ നിന്നൊക്കെ വരാറുണ്ട്. പക്ഷേ നമ്മൾ അത് അങ്ങനെ റിവീൽ ചെയ്യുന്നത് ശരിയല്ലല്ലോ അല്ലേ? എന്തായാലും ഉദ്ദേശം എനിക്ക് മനസ്സിലായി. എനിക്ക് ഇടി കിട്ടിയിട്ടില്ല ഇതുവരെ, ഇടി കിട്ടിയിട്ടില്ല. പക്ഷെ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് കുറെ വാർണിംഗ്സ് ഒക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇവിടെ എന്താണ് കിടന്ന് ചാടുന്നത്. ഒരു പ്രാവശ്യം എന്നെ ലുലു മോളിൽ നിന്ന് ഇറക്കി വിട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷെ അതേ ലുലു മോളിൽ എനിക്കിപ്പോൾ വ്ളോഗിങ് എപ്പോൾ ആണെങ്കിലും വന്ന് ഫ്രീ ആണ്. അത് ഞാൻ ഒരു ഇൻട്രോ എടുത്തതാണ് ലുലു മോളിനകത്ത്. അന്ന് തന്നെ സെക്യൂരിറ്റി ഒക്കെ ഓടിച്ചായിരുന്നു അവിടെ. ഞാൻ ലുലു മോളിൽ ഓടി കിടന്ന് ഇൻട്രോ എടുത്തോട്ടെ. ഇത് 3 വർഷം മുന്നേ ആയിരുന്നു കേട്ടോ. അന്ന് എനിക്ക് 2000 സബ്സ്ക്രൈബേഴ്സ് സംതിങ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പൊ കുഴപ്പമില്ല, ഇപ്പൊ അവർ കുറച്ചുകൂടെ കോപ്പറേറ്റീവ് ആണ്. ഇൻട്രോ എടുത്തോ എന്നാണ് പറയുന്നത്. ഇല്ല, താങ്ക് യു. അതിനും ഞാൻ എൻ്റെ ഓഡിയൻസിനാണ് പറഞ്ഞത്. കാരണം അവരുടെ സപ്പോർട്ടാണ് ഈ അവാർഡിന്റെ ബിഹൈൻഡിലുള്ളതെന്ന്. കാരണം ഒരു ബെസ്റ്റ് ലൈഫ് സ്റ്റൈൽ വ്ളോഗറായിട്ട് കാർത്തിക് സൂര്യനെ സെലക്ട് ചെയ്തതിന്റെ ഒന്നാമത്തെ കാരണവും നമ്മുടെ കാർത്തിക് സൂര്യന്റെ സബ്സ്ക്രൈബേഴ്സ്, അതേപോലെ തന്നെ നമ്മുടെ ഓഡിയൻസ്, വ്യൂവേഴ്സ് എല്ലാവരും കൂടി ചേർന്നിട്ട് അത് ഒരു പുറം. ഇനി അറിയാത്തൊരു പുറം റിവീൽ ചെയ്യാണ് പറഞ്ഞത്. എല്ലാ കാര്യത്തിനും എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ പാരൻസും ഫ്രണ്ട്സും ആണ് എന്നെ ഞാനാക്കുന്നതും എൻ്റെ വ്ളോഗുകൾക്ക് ജീവൻ കൊടുക്കുന്നതും. അപ്പോൾ ഒരു പുറത്ത് എൻ്റെ ചങ്കിലേറ്റ് സ്നേഹിക്കുന്ന സബ്സ്ക്രൈബേഴ്സും, മറുപുറത്ത് എൻ്റെ ചങ്കിലേറ്റ് എൻ്റെ കൂടെ നിൽക്കുന്ന കൂട്ടുകാരും മാതാപിതാക്കളും മാത്രമാണ് ഇപ്പോൾ ഈ അവാർഡിന് എന്നെ അർഹനാക്കാൻ കാരണം. ഓക്കേ, സോ അവർക്ക് എല്ലാവർക്കും ഒരു വലിയ ഷൗട്ട് ഔട്ട് കൊടുക്കുന്നുണ്ടോ? യെസ്, ഓഫ് കോഴ്സ്. അവർക്ക് എല്ലാവർക്കും ഒരു വലിയ ഷൗട്ട് ഔട്ട് ഗയ്സ്. ഓക്കെ, അപ്പം ഈ റെഡ് കാർപ്പറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ 24 സോഷ്യൽ മീഡിയ അവാർഡ്സിൽ വേറൊരു വ്ളോഗേഴ്സിനെ കാത്തിരുന്നൊരു വ്ളോഗർ ഒരാളെ കാണണം, അങ്ങനെ ആരെങ്കിലും കണ്ടോ? അല്ലെങ്കിൽ ഇനി ആഗ്രഹമുണ്ടോ കാണണം? ഞാൻ സ്നേഹിക്കുന്ന ആൾക്കാരാണ് ആ ഹാളിനകത്ത് ഇരിക്കുന്നവർ മൊത്തം. പക്ഷെ ഉണ്ട്, ഞാൻ തീർച്ചയായിട്ടും ഗെയിമേഴ്സ് കമ്മ്യൂണിറ്റി ഇവിടെ വന്നിട്ടില്ല. ആക്ച്വലി വ്ളോഗേഴ്സിന് ഒരു പക്ഷേ വ്ളോഗേഴ്സിനേക്കാൾ കൂടുതൽ ആക്റ്റീവ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി ഗെയിമർ കമ്മ്യൂണിറ്റിയാണ്. അവരെ എന്തുകൊണ്ടും ഇനി ഒരു അവാർഡ് ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അവരെ ഇൻവൈറ്റ് ചെയ്യേണ്ടതാണ്. ബ്യൂട്ടി കമ്മ്യൂണിറ്റി, ഫാഷൻ കമ്മ്യൂണിറ്റി, അവരും അതൊരു വ്യത്യസ്തമായ ഫീൽഡ് തന്നെയാണ്. ലൈഫ് സ്റ്റൈലും ഇതും കൂടെ കൂട്ടിക്കളക്കുന്നത്. കാരണം അവർ കംപ്ലീറ്റ്ലി അവരുടെ ലൈഫ് ഫാഷനും ബ്യൂട്ടിക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അവരെ കൺസിഡർ ചെയ്യണമെന്നുണ്ട്. പിന്നെ അതുപോലെ ഓരോ കാറ്റഗറിയും ഭയങ്കര യുണീക്കാണ്, വ്യത്യസ്തമാണ്. അപ്പോൾ ആ യുണീക്നെസ് കണ്ടുപിടിച്ച് അവരെയൊക്കെ ഇതുപോലെ വേദിക്ക് മുന്നിൽ കൊണ്ടുവരാൻ പറ്റുന്നെങ്കിൽ അതൊരു 24 ന്യൂസിന്റെ ഒരു വലിയ ഒരു അച്ചീവ്മെന്റ് തന്നെ ആയിരിക്കും. നമ്മുടെ 24 ന്യൂസ് ഇതേവരെ ചെയ്യാത്തൊരു മെയിൻ സ്ട്രീമിംഗ് ചാനൽ ഇതേവരെ ചെയ്യാത്തൊരു സംഭവമാണ് ഈ സോഷ്യൽ മീഡിയ അവാർഡ്സ് എന്ന് പറയുന്നത്. അത് സോഷ്യൽ മീഡിയ അവാർഡ്സ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുകയാണ്. അതേപോലെ തന്നെ കുറേ പേര് ആരൊക്കെ ആയിരിക്കാം അവാർഡ്സ് വാങ്ങാൻ വരിക, ആരൊക്കെ എത്തുമായിരിക്കും, ഗസ്റ്റ് ആരൊക്കെയാണ്, സെലിബ്രിറ്റീസ് ആരൊക്കെയാണ് എന്നറിയാൻ ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അങ്ങനെ ഒരാളെ ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു പുള്ളിനെ കാണാനായിട്ട്. എന്തിന്? എന്നെ കാണാനായിട്ടാണോ? ഓക്കെ, കാർത്തിക് സൂര്യ, ഓൾ ദി ബെസ്റ്റ്. ഇനി മുമ്പോട്ടേക്കുള്ള വെഞ്ചറിന് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. നൈസ് ടു മീറ്റ് യു. ഓക്കെ.